മാവിലായി കഥകളൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആ മാവിലായി കഥകളൊക്കെ വിഴുങ്ങിക്കഴിഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ വേറൊരു കഥ പറയാം. ഒരു ശകലം സാധനം ഇവിടെ ഇരിപ്പുണ്ട്, ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. ആ ഫിനിഷായി. ചോട്ടിൽ ഇച്ചിരി മട്ടുണ്ട്, അത് സാരമില്ല, ഇനി അതായാലും ഇല്ല. ആ 2001 ചെങ്ങന്നൂർക്കാർക്കറിയാം. ചെങ്ങന്നൂർ വാസുക്കുട്ടൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്. ഒരു ഈഴവന്റെ കടയാണ്. എന്നെക്കാട്ടിൽ ഇച്ചിരി സീനിയറാണ്. എന്നാലും ഞങ്ങൾ തമ്മിൽ നല്ല ലോഹ്യമാണ്. ഞാൻ എപ്പം കാര്യം അവിടെ നിന്നാണ് ഞങ്ങളുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് പറയുമായിരുന്നു കായംകുളം സ്റ്റാൻഡ് എന്നായിരുന്നു അതിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കായംകുളത്തിനുള്ള വണ്ടികൾ പോകുന്ന സ്ഥലം അതായിരുന്നു കായംകുളം സ്റ്റാൻഡ്. വാസുക്കുട്ടൻ ആൻഡ് സൺസിനെ അറിയാത്തൊരു ചെങ്ങന്നൂരുകാരും കാണത്തില്ല. ഫേമസ് പാർട്ടിയാണ്, പണ്ട് കാലം മുതലേ ഉണ്ട്. ജാത്തിയാരെയൊക്കെ കിടക്കുക. ഞാൻ ഈയിടെ കണ്ടപ്പോൾ ചോദിക്കുകയും ചെയ്യും, താൻ എന്തിനാണ് ഇതും കെട്ടിപ്പിടിച്ച്, കച്ചവടം ഒന്നും ഇല്ലെന്ന് പറയും, എന്തിനാണ് ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. വീട്ടിലെങ്ങാനും പോയി കിടന്ന് ഉറങ്ങരുത്. പോകത്തില്ല, അറം പറ്റിയാലും പോകത്തില്ല. കാര്യം കച്ചവടമല്ലയോ, വ്യാപാരിയല്ലയോ. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ കടയിൽ ഈ സുഹൃത്തിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പം അവിടുന്ന് ഒരു സിഗരറ്റൊക്കെ മേടിച്ച് വലിക്കും. അങ്ങനെ നിൽക്കുന്ന ഉടനെ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് തന്നെ എൻ്റെ അപ്പുറത്ത് നിൽപ്പുണ്ട്. സിഗരറ്റ് വലിക്കാൻ പറ്റുകയാണെന്ന് തോന്നുന്നു. വേറെ നാട്ടിലെ ഒരു പ്രമാണി, ഒരു ക്രിസ്ത്യൻ പ്രമാണി, ഇയാൾ വന്നിട്ട് ആ സ്പോട്ടിലോട്ട് വരുന്നു. ഈ നിന്ന് വലിക്കുന്ന ആളിനോട് ചോദിക്കുന്നു, എന്താടാ ചോവ പട്ടി തായോളി, പണിക്ക് വരാമെന്ന് പറഞ്ഞാൽ വന്നുകൂടെയെന്ന്. ഇച്ചിരി ഒച്ചത്തിലാണ്, അടുത്ത പരിസരമൊക്കെ കേൾക്കാവുന്ന രീതിയിലാണ് ഇവൻ പറയുന്നത്. അപ്പൊ ഇവൻ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ ഹിന്ദു ആണോ ഇതൊന്നും തിരക്കേണ്ട കടമയും ബാധ്യതയൊന്നും എനിക്കില്ല. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറമാണ്, ഒരടി അപ്പുറത്ത് നിന്നിട്ടാണ് ഈ പൊന്നാരമ്മൻ പറഞ്ഞ ഡയലോഗാണ്. എന്താടാ പട്ടി തായോളി, പട്ടിത്താളി പട്ടിച്ചോവൻ എന്നാവും. ഞാനവിടെ നിന്നുകൊണ്ട് ഇടതുകാല് വെച്ച് കാലിനൊരു ചവിട്ട് കൊടുത്തു. ചവിട്ടി അങ്ങ് പിടിക്കും ഞാൻ, കാര്യം ഞാൻ ഷൂ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ആ ചവിട്ടി പിടുത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ നിന്ന് നോക്കുന്നവർക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതൊരു മോഹൻലാൽ സിനിമയിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ കാലും കൊണ്ട് ചവിട്ടി പിടിച്ചൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവൻ്റെ പിന്നെ കാലിലോട്ട് അങ്ങോട്ട് ചവിട്ടി പിടിച്ചവന് സഹി കെട്ട് വന്നുകൊണ്ട് ഒരൊറ്റ കീറ് വെച്ചു കൊടുത്ത്. നിനക്ക് അവനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലോ നിന്റെ വീട്ടിലോ ഇരുന്ന് പറഞ്ഞോണം, സ്വകാര്യമായിട്ട് പറയണം. പബ്ലിക്കായിട്ട് ഞങ്ങളെ സമുദായത്തിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇത്തരം ഭാഷ ഇനി മേലെ ആവർത്തിക്കരുതെന്നും പറഞ്ഞു. കൂടി നിന്നവരിലെ പ്രമാണിമാർ പലരും ഉണ്ട്, പല സമുദായത്തിൽപ്പെട്ടവരും പല ജാതിക്കാരും പല മതക്കാരും ഒക്കെ ഉണ്ട്. ഒരൊറ്റ മലരനും മിണ്ടിയില്ല. കടക്കാരൻ പോലും, കടക്കാരൻ്റെ ഒരു കൈക്കാരനാണ് ഈ ഡയലോഗ് പറഞ്ഞ മോനെ, കടക്കാരൻ പോലും ഒന്നും മിണ്ടാതെ ഞെട്ടി നോക്കി അങ്ങ് നിന്നു. ഞാൻ പറഞ്ഞു പരാതി വല്ലതും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോയാൽ മതി, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞു. അഡ്രസ്സ് വേണം ഇവിടെ ചോദിച്ചാൽ മതി, അവർ തരും. പ്രതികരണമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ ബസ് കയറി വീട്ടിൽ പോയി. 2001, ഇന്നേക്ക് 24 വർഷം മുൻപ്. അങ്ങനെയാണ് ഞാൻ കേരളത്തിലെ മതമൈത്രിയെ പറ്റിയിട്ട്, ജാതി മൈത്രിയെ പറ്റിയിട്ട് ഞാൻ ആദ്യം അനുഭവപ്പെടുന്നത്. ഇന്നിത് പറയാനൊരു കാരണമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് അഫ്സൽ പരിസരവാസിയാണ്, നല്ല സ്നേഹബന്ധമാണ്. എല്ലാ ദിവസവും ഞങ്ങൾ 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, ഡിസ്കഷൻ നടത്തുന്നതാണ്. സാമൂഹ്യ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന നന്മയുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നത്. അങ്ങനെ ചർച്ച നടത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം KT ജലീൽ പറഞ്ഞു മുസ്ലിം സമുദായത്തിലെ യുവാക്കളാണ് ഡ്രഗ് അഡിക്റ്റുകളും ഡ്രഗിന്റെ പെഡലർമാര്, അതായത് ഇതിന്റെ വ്യാപാരികളുമെന്ന് പറഞ്ഞ് കുറച്ച് കൊലാഹലമൊക്കെ ഉണ്ടായാലും പറയുകയാണ്. ഇന്ന് നാട് നീളെ നടക്കുന്ന ഈ റെയ്ഡുകൾ, അഥവാ KT ജലീൽ എന്ന് പറയുന്ന മന്യൻ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ റെയ്ഡും പറയൊന്നും നടക്കത്തില്ലായിരുന്നു എന്ന് നാട്ടുകാർ, പബ്ലിക്, സിറ്റിസൺസ് സ്മരിക്കണം. നന്ദി വേണം അയാളോട്, എന്നോട് വേണ്ട. അങ്ങനെ KT ജലീൽ പറഞ്ഞതിന്റെ പുറകെയാണ് പിന്നെ നടന്ന കുറെ കോലാഹലങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിലോട്ട് ഇട്ടു തരുന്നത്.
ഞാൻ എൻ്റെ ലൈഫിൽ അന്നും ഇന്നും ജാതി വേർതിരിവ് ആരോടും കാണിക്കാറില്ല. ആ ഐത്തം, അതായത് കീഴ് സമുദായക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കരുത്, അവൻ്റെ വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കരുത് എന്നുള്ള കലാപരിപാടികളൊന്നും എനിക്കില്ല. ഞാൻ എവിടെ പോയാലും വൃത്തിയായിട്ട് ആര് തന്നാലും ഞാൻ വാങ്ങിച്ച് കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യാറാണ്. അതങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അഫ്സലിലോട്ട് വരാം. അപ്പോൾ ഈ KT ജലീൽ ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ 2 വീഡിയോകൾ ചെയ്തു. മുസ്ലിം സമുദായത്തിനെ പറ്റിയിട്ടും മുസ്ലിം തീവ്രവാദത്തെ പറ്റിയിട്ടുമാണ് ഞാൻ 2 വീഡിയോകൾ ചെയ്തത്. അതിനുശേഷവും അഫ്സൽ എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സൂചനയൊന്നും തന്നിട്ടില്ല. പക്ഷെ സൂചന തരാതെ തന്നെ ഈ വിവിധ സബ്ജക്റ്റുകൾ സംസാരിക്കുമ്പം അഫ്സൽ എനിക്ക് സൂചിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്. ഈ SNDPയുടെ നേതാക്കന്മാർ ഇതിനെ പറ്റിയിട്ടൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ, അതെന്താണ്? അതെനിക്ക് മനസ്സിലായി. ഞാൻ ഈ മുസ്ലിം സമുദായത്തിന്റെ തീവ്രവാദത്തെ പറ്റിയിട്ടും മുസ്ലിം ഡ്രഗ് അഡിക്റ്റുകളെ പറ്റിയിട്ടും പറഞ്ഞത് എൻ്റെ സുഹൃത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം ആ സംസാരത്തിൽ നിന്ന്, ഭാവവ്യത്യാസത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി, ബോധ്യമായി. പരസ്പരം സംസാരിച്ചിട്ടില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈ വീഡിയോ രാവിലെ തന്നെ പുള്ളി കാണും. കണ്ടു കഴിഞ്ഞിട്ട് പുള്ളിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് ഓപ്പറേറ്ററിനോട് സംസാരിക്കും, അല്ല ഉണ്ടെങ്കിൽ. അപ്പൊ KT ജലീൽ പറഞ്ഞതിന് ശേഷം എനിക്കറിയില്ല മുസ്ലിം സമുദായത്തില്, മുസ്ലിം മതത്തിൽ എത്ര ജാതികളുണ്ടെന്ന്. ഒരുപാട് ജാതികൾ അതിലും ഉണ്ടെന്നാ പറയുന്നത്. പണ്ടൊക്കെ പറയുമായിരുന്നു ഏകദൈവം, അത് ക്രിസ്ത്യാനികളും പറയുമായിരുന്നു ഏകദൈവം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തെന്നാ പിന്നെ 900 ദൈവങ്ങളുള്ള ഹിന്ദുക്കളെയൊക്കെ പല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരിഹസിക്കുന്നതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, ലൈവായിട്ട് ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ മുസ്ലിമിലെ പല മത ജാതി വിഭാഗങ്ങൾ എല്ലാം കൂടെ ചേർന്നിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നൊരു ഇത് ഞാൻ ഷോർട്ട് ചെയ്തിരുന്നു. ഒരു നല്ല കാര്യമാണ്, അങ്ങനെ സംഭവിക്കണം. ആ കൂട്ടത്തിൽ അന്ന് പറയാതെ പോയ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മുസ്ലിം തീവ്രവാദം എന്ന് പറയുമ്പം കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ ഉള്ള 99% അല്ലെ 100% മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നുള്ള വാദമൊന്നും എനിക്കില്ല. ചുരുങ്ങിയ ശതമാനമാണ്, 5-10% ഈ തീവ്രവാദികളായിട്ട് കൺവേർട്ടായി പോകുന്നത്. അത് അവർക്ക് കിട്ടുന്ന ഗൈഡൻസിന്റെ കുറവ്, അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ ആളില്ലാത്തതിന്റെ കുഴപ്പം ഒക്കെ കൊണ്ട് സംഭവിക്കുന്നതാണ്. കാലാകാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചാണ് ഇന്ന് ഈ ഗതിയായത്. അങ്ങനെ ഈ ജാതി വിഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടായിട്ടിരുന്നൊരു ചർച്ച നടത്തി ഈ ഡ്രഗ് അഡിക്റ്റുകള് അല്ലെ ഇതിന്റെ കൈകാര്യക്കാരെ അവർക്കിനി പെണ്ണ് കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു വേർതിരിച്ച് നിർത്തുന്ന ഒരു വാർത്ത ന്യൂസ് കണ്ടു. എനിക്ക് തോന്നുന്നു News 18 ആണോ ഏതോ പല ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനതിനെ ഹാർദവമായി സ്വാഗതം ചെയ്തു. സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതാണ്. പിന്നെ ജാതി മത വിഷയങ്ങളിലൊക്കെ കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും കുരു പൊട്ടുന്നത് കൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്ത് മാറ്റി കൊണ്ടുവന്നാണ് ഇന്നിത് പണ്ടാരം അടക്കുന്നത്. അങ്ങനെ മുസ്ലിം സമുദായത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് അവരുടെ മതമേലധ്യക്ഷന്മാര്, സമുദായ നേതാക്കന്മാര് അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി നേതാക്കന്മാര് ഒക്കെ തീരുമാനിച്ചത് ഒരു ശുഭസൂചനയാണ്. അതുപോലെ അവർ തീവ്രവാദത്തിനെതിരെയും പ്രതികരിക്കണമെന്നാണ് ഈ അടിയന്റെ ഒരു അപേക്ഷ. അതാത് മഹലുകളിൽപ്പെട്ട തീവ്ര ചിന്താഗതിക്കാരായ ചെറുപ്പക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സാരോപദേശം കൂടെ കൊടുക്കണം. അത് നമ്മുടെ നാടിന്റെ, നിങ്ങളുടെ മതത്തിന്റെ, നിങ്ങളുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് ഗുണം ചെയ്യും എന്നാണ് ഞാനത് പറഞ്ഞുകൊണ്ട് തൽക്കാലം മുസ്ലിമിനെ അങ്ങ് ഒഴിവാക്കാം, ഡൈവോഴ്സ് ചെയ്തു. ഇനി നമുക്ക് എന്റെ സുഹൃത്ത് അഫ്സൽ സൂചിപ്പിച്ച ഈ SNDPയിലേക്ക് വരാം. ആ SNDPയിലെ അംഗങ്ങളെ, ഈഴവരെ കോമൺ ആയിട്ട് നാട്ടുകാർ പറയുന്ന ഒരു ഭാഷയുണ്ട്, ചോവന്മാരെന്ന്. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ മൊത്തം ഞാൻ ആ ചോവന്മാരെന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പൊതുവെ അതാണ് ഉപയോഗിക്കുന്നത്. കാര്യം പണ്ടില്ല ആദ്യ കഥയിൽ പറഞ്ഞ ആ ക്രിസ്ത്യൻ പ്രമാണി ചോവത്തായോടി എന്ന് പറഞ്ഞിട്ടാണ് ആ പാവക്കാരനെ തല്ലിയതല്ല തെറി വിളിച്ചത്, എനിക്ക് തല്ലേണ്ടി വന്നത്. അവിടെ മുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയാണത്.
ഒപ്പം തന്നെ ഞാൻ പറയാം, എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, എന്നോട് സ്നേഹബന്ധങ്ങളുള്ള, ആത്മാർത്ഥതയുള്ള, ഞങ്ങൾ പല ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരെ കാക്കയെന്നും പൂച്ചയെന്നും പെലേനെന്നും പറയനെന്നും ജോവനെന്നും ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും ഒക്കെ അവരുടെ ജാതി എടുത്ത് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത്. അതിനാർക്കും ഇതുവരെ എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല. കാര്യം അവർക്കറിയാം ഞാനിത് അവരെ ആക്ഷേപിക്കുകയല്ല, വ്യവസ്ഥിതിയെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് അവിടെ ലിമിറ്റാണ്. ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ അത് പറയില്ല. പണ്ടൊരു സംഭവം കൂടെ ഉണ്ട്, അതുകൂടി നിങ്ങളോട് ചേർത്ത് പറയണം. സമയം അങ്ങ് പോവും. വേണ്ടുന്ന കണ്ടാൽ മതി, ഇല്ലേ കണ്ട്. എൻ്റെ വാർഡിലെ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, പേര് മണിയൻ എന്നായിരുന്നു. കൊറോണ സമയത്ത് തട്ടിപ്പോയി. പണ്ടേ ഒരു കൃമിയാ. പക്ഷേ നല്ല കാര്യഗൗരവമുള്ള ഒരു വ്യക്തിയായിരുന്നു. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പുലയനായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനാണ്. എപ്പോഴും എൻ്റെ കൂടെ ഒക്കെ കാണും, എൻ്റെ വാലെ തൂങ്ങിയൊക്കെ. എന്നെ വിളിച്ച്, ഇവിടെ എവിടാ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടോ. എന്നാ ഇന്നടത്തോട്ടൊന്ന് വാ, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനോ. ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ വരാമെന്ന്, കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ ഒരു 5-6 ചെറുപ്പക്കാർ, മറ്റ് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. മാറി ഒരു 5-6 പേര് നിൽപ്പുണ്ട്. അവിടെ എന്താ സബ്ജക്റ്റ് എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പുലയനായിട്ടുള്ള മണിയനോട് ഞാൻ പറഞ്ഞടാ, ഞങ്ങൾ തമ്പ്രാക്കന്മാർ വരുമ്പം നീ ഒരു 4 ചുവട് അങ്ങോട്ട് മാറി നിൽക്കണം. എന്താ മാറി നിൽക്കാത്ത? എന്താണ് നിനക്കൊരു ബഹുമാനമില്ലാത്ത എന്നുള്ള രീതിയിൽ ഞാൻ ഈ മടിയനോട് സംസാരിക്കുന്നു. പക്ഷേ ആ കൂടി നിന്നവർക്ക് ആർക്കും അല്ല പരാതി. അതിൻ്റെ അപ്പുറത്ത് മാറി നിന്ന കുറച്ച് ആ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് രോമാഞ്ചമുണ്ടായി. എന്നോട് ഡയറക്റ്റ് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇവരിരുന്ന് കുശുകുശുത്തടനെ നമ്മുടെ മണിയൻ പോയി എന്താന്ന് തിരക്കിയപ്പോൾ മണിയനോട് പറഞ്ഞ്, ഈ അണ്ണനെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ അണ്ണൻ പറഞ്ഞ ഭാഷ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് പ്രശ്നം. മണിയൻ പറഞ്ഞ്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് നിങ്ങളെന്തിനാ കേട്ടത്? നിങ്ങൾ ചെവി കൊടുത്തിട്ടല്ലേ നിങ്ങളുടെ പ്രശ്നം ഉണ്ടായത്? ബാ, ഞാൻ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പിള്ളേരെ കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു പരാതിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നല്ലതാ, ഇത്രയും പരാതികൾ ഉണ്ടാകുന്നത് നല്ലതാ, പക്ഷെ അത് ഇവിടെ അതിർത്തി വരയ്ക്കരുത്, മുൻപോട്ടും പോകണം. അതൊരു അനുഭവമാണ് എൻ്റെ. അതിനുശേഷം ഞാൻ അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും പറയാറില്ല, രഹസ്യമായിട്ടൊക്കെ പറയും. അത്ര ആത്മാർത്ഥതയുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതിൻ്റെ പുറത്താണ് നമ്മൾ ആ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത്. തമാശകളാണ് അതെല്ലാം. അഫ്സലിന് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഫ്സൽ എന്നെ ഏത് ഗണത്തിലോട്ട് പെടുത്താനാണ് ശ്രമിച്ചത്, ആ ഗണത്തിലോട്ട് തൽക്കാലം ഞാൻ പെടുന്നില്ല. ഇത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അഫ്സലിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയ സംശയം കൊണ്ടാണ് എനിക്കിന്നത് ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നത്. അടുത്ത ഫോൺ കോളിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം, അഫ്സലിന് അറിയണമെന്നുണ്ടെങ്കിൽ. അതുപോട്ടെ, നമ്മൾ മുസ്ലിം സമുദായത്തിന്റെ ഇടപാടുകളെ പറ്റി പറഞ്ഞ് ഇനിയും ഞാൻ എൻ്റെ സമുദായത്തിലെ SNDPയുടെ കീഴിൽ വരുന്ന ഈഴവ വർഗത്തിന്റെ വിശേഷങ്ങൾ ഞാനൊന്ന് പറയാം. നമ്മളുടെ അഫ്സൽ അതാണ് അറിയാൻ ആഗ്രഹിച്ചത്. ഈഴവരെ പറ്റി പൊതുജനം എന്താണ് പറയുന്ന ഭാഷ്യമെന്ന് ഞാൻ തുടക്ക കഥയിൽ പറഞ്ഞ് നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കാണും. അപ്പൊ ഞാൻ ഇന്ന് ചോദിക്കുന്നേ, ഈ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമായ ഈഴവർ അഥവാ ചോവന്മാര്, ഇവന്മാരുടെ മക്കളും ഇവന്മാരുടെ പരിവാരങ്ങളും ഒരുപാട് പേര് ഈ ഡ്രഗ് അഡിക്റ്റുകളാകുകയും ഇതിന്റെ വ്യാപാരികളായി മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാതെ പറ്റത്തില്ല, ഈ നമ്മുടെ കേരളത്തിലെ ഈ മതമൈര്യന്റെ ഭാഗമായിട്ട് എന്ത് കെടുകാര്യസ്ഥതയിലും ചേകവരെന്നല്ലേ പറയുന്നത്. എനിക്കറിയാം ചേകവരുടെ ഇതൊന്നും എനിക്കറിയത്തില്ല, അർത്ഥമൊന്നും അറിയത്തില്ല, ഞാൻ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇത്തരം മഫിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുരുതി കൊടുക്കപ്പെടാൻ യോഗ്യരായ അഥവാ നിർവചിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ചോവന്മാര്. അത് കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടിയാണെങ്കിലും
കോൺഗ്രസിന് വേണ്ടിയാണെങ്കിലും വേറെ ഏതെങ്കിലും മതമൈലികൾക്ക് വേണ്ടിയാണെങ്കിലും ഇവർക്കെല്ലാം വേണ്ടിയിട്ട് കുരുതി കൊടുക്കപ്പെടാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഈഴവര് അഥവാ ചോവന്മാര്. അപ്പൊ താണ്ട കിടക്കുന്ന SNDPയുടെ ചാരായ മുതലാളി വെള്ളാപ്പള്ളി നടേശൻ ഈ മയക്കുമരുന്നുകളെ പറ്റിയിട്ട് ഒരക്ഷരം മിണ്ടിയില്ല. എങ്ങനെ വീണ്ടും കേരളത്തിലെ പല ബാറുകളും അയാളുടെയാണെന്നാ പറയുന്നത്, അയാളുടെ മോന്റെ. അയാളും ശ്രീനാരായണ ഗുരു പറഞ്ഞ് ചാരായം പാറ്റരുത് വിൽക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശ്രീനാരായണ ഗുരുവിന്റെ പിന്മുറക്കാരെ വന്നു കഴിഞ്ഞാൽ ചാരായ മുതലാളിയായിട്ടാണ് ജീവിക്കുന്നത്. പട്ടച്ചാരായൊക്കെ നിന്നതിന് ശേഷം മുതലാളിക്ക് ഈ ബാറുകളും ഒക്കെ ആയിട്ടുണ്ട്. നാണമില്ലാത്തത് കൊണ്ട് എന്തു ആകുമല്ലോ. നാണമില്ലാത്തവന്റെ കൂതിയിൽ ആല് കിളിച്ചാൽ അതൊരു തണലായി മാറില്ലേ. അങ്ങനെ ഇന്നേ നിമിഷം വരെ SNDPയുടെ സമുന്നത നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ പറ്റി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇനി അതിന്റെ ഒരു മറുവിഭാഗമുണ്ട്. ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഈ SNDP പ്രസ്ഥാനത്തിനെ പിടിച്ചടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ കാലങ്ങളായി പിടിച്ചടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗോകുലം ഗോപാലൻ, അയാളോ അയാളുടെ ശിങ്കടികളോ ഇതിനെപ്പറ്റി ഒരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? കേട്ടെങ്കിൽ അതെനിക്കൊന്ന് അയച്ചതാ, ഒന്ന് വായിച്ച് സായോജ്യമടയാൻ വേണ്ടിയാണ്. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പിന്നെ മിണ്ടേണ്ടത് SNDPയെ അല്ലെങ്കിൽ ഈഴവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്വാമിമാര് കൊല്ലത്തുണ്ട്. SN ട്രസ്റ്റ് എന്നോ മറ്റാണെന്ന് തോന്നുന്നു. അതിന്റെ ശിവഗിരി പടം എന്ന് ഏതാണ്ടൊക്കെ പേരൊക്കെ കൊടുത്തിട്ട് ഹിന്ദുമയിലെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ഇതിന്റെ ഒരു വ്യക്താവൊന്നുമല്ല, ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്ന വ്യക്തിയല്ല, എനിക്കതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരു സ്വാമി, സച്ചിദാനന്ദ സ്വാമികള്, കണ്ടാലേ അറിയാം ഒന്നാം തരം ചിക്കാണെന്ന്. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്രോയിലർ ചിക്കൻ തിന്ന് കൊഴുത്തർമാദിച്ചിരിക്കുന്ന ആ കവളൊക്കെ ഒന്ന് കാണണം കൊണ്ട് ചാടി മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നാട്ടുകാരുടെ അല്ലേ നക്കുന്നേ? 3-6 നേരം നക്കി ഇങ്ങനെ ഇരുന്ന് വിടുവായിത്തരം വിളിച്ചു പറഞ്ഞാൽ പോരെ? ഈ സച്ചിദാനന്ദ സ്വാമികള്, ഈ സമുദായത്തിലെ സമുദായ അംഗങ്ങള്, ചോവന്മാര് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്നതും അതിന്റെ വ്യാപാരം നടത്തുന്നതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം അവൻ മിണ്ടിയിട്ടില്ല. പക്ഷെ അവൻ മിണ്ടി, ഈ സച്ചിദാനന്ദ സ്വാമികൾ മിണ്ടി. എന്തിനെ പറ്റിയാണെന്നറിയാവോ? അമേരിക്കയിൽ കിടക്കുന്ന യേശുദാസ്, അയ്യോ നിങ്ങളുടെ ലവ്ലി യേശുദാസ് തന്നെ, അല്ല വേറെ യേശുദാസിനെ പറ്റിയൊന്നല്ല ഞാൻ പറഞ്ഞു. യേശുദാസിന് ഗുരുവായൂര് അമ്പലത്തിൽ കയറണം. ആ യേശുദാസിനെ ഗുരുവായൂർ കയറ്റിയേ സച്ചിദാനന്ദ സ്വാമി അടങ്ങുള്ളൂ. അത്രയും അമേരിക്കയിൽ കിടക്കുന്ന യേശുദാസിനെ കൊണ്ടുവന്ന് ഗുരുവായൂർ കയറ്റാൻ ശ്രമിക്കുന്ന ഈ സച്ചിദാനന്ദ സ്വാമി ഈ മയക്കുമരുന്നുകളെ പറ്റിയിട്ട് അവന്റെ സമുദായം മുടിഞ്ഞ് ഭണ്ഡാരമടങ്ങുന്നതിനെ പറ്റി ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. കാര്യം അവനൊന്നും മിണ്ടണ്ട. അത് മിണ്ടിയില്ലെങ്കിലും അവന്റെ സുഖസൗകര്യങ്ങൾക്ക് സപ്രപഞ്ചത്തിന് യാതൊരു തകരാറും സംഭവിക്കില്ല. എങ്ങനെയുണ്ട് ചോവന്മാരെ? ഇഷ്ടപ്പെട്ടില്ലയോ? നിന്റെയൊക്കെ നേതാക്കന്മാരുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം എന്ന് ഊറ്റം കൊള്ളുന്ന ചോവന്മാരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ആരാ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് അതേപോലുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട വേറൊരു സമുദായത്തിനെ എടുക്കാം, നായർ സമുദായത്തിനെ. ഈ നായർ സമുദായത്തിന്റെ പോപ്പ് അത്യാവശ്യം നിയന്ത്രണത്തിലാണ് അവരെ ഭരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പൊതുവെ നായർ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ഈ ഡ്രഗ്സിന്റെ ഡീലിങ്ങിൽ ഒക്കെ വളരെ പിന്നിലാണ്. അവരാരും അതിനകത്തെങ്കിലും പോയി പെടാറില്ല. അവർക്കെല്ലാം ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. എവിടെ ഇതുവരെ എനിക്കൊരു പേരുകൾ പലതും കണ്ടാൽ നമുക്ക് തിരിച്ചറിയത്തില്ല. അതിന്റെ പുറകിലുള്ള വാല്, നായരെന്നുള്ള വാല് കണ്ടെങ്കിൽ നമുക്കറിയുള്ളൂ. പക്ഷെ അങ്ങനത്തെ പേര് ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം നായർ സമുദായത്തിൽപ്പെട്ട നായരംഗങ്ങള്, നായന്മാര് ഇതിന്റെ വ്യാപാരത്തിൽ ഇല്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. അഥവാ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് സൂചിപ്പിച്ചതായിരിക്കും. പിന്നുള്ളത് ഇതിനകത്തൊക്കെ വിക്റ്റിമാകുന്ന വേറൊരു സമുദായമാണ്, ഭൂരിപക്ഷ സമുദായത്തിൽ വരുന്നതാണ് ഈ പുലയരെന്ന് പറയും. അത് പിന്നെ പണ്ട് മുതലേ ഭണ്ഡാരം അടങ്ങിയ ഒരു സമുദായമാണ്. അതിന്റെയൊക്കെ നേതാക്കന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസേരയും തിന്നാനും കുടിക്കാനും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് സമുദായം വലിയൊരു പറയില്ല. അങ്ങനെ കേരളത്തില് മറ്റുള്ളവർക്ക് വേണ്ടി കുരുതി കൊടുക്കപ്പെടുവാൻ, ബലിയാടുകളാകാൻ വേണ്ടി വിധിക്കപ്പെട്ട 2 സമുദായങ്ങളാണ് ഈ ചോവനും പെലനും. ഇവന്മാർ രണ്ടും ഒരു കാലത്ത് ഗുണം പിടിക്കാനും പോകുന്നില്ല. കാര്യം
ഇവന്മാരുടെയൊക്കെ രക്തത്തിലുള്ളത് ഇങ്ങനെ അടിമകളായിട്ട് ജീവിക്കാനുള്ളതാണ്. അടിമകളുടെ രക്തമാണ് ഈ രണ്ട് സമുദായത്തിന്റെ ചോരയിലൂടെ ഓടുന്നത്. ഇത്രയും പറഞ്ഞാൽ മതി അഫ്സലെ. അഫ്സലിന് സന്തോഷമായോ? ഇനി അഫ്സൽ പറയത്തില്ലല്ലോ ഞാൻ എന്റെ സമുദായത്തെ പറ്റി പറഞ്ഞില്ല. എന്റെ സമുദായം എന്നുള്ളതൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി. ഞാൻ ഈ SNDPയിൽ എനിക്കൊരു മെമ്പർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു ബന്ധുവിന് അധികാരം പിടിച്ചടക്കാൻ വേണ്ടി എൻ്റെ പേരും പ്രശസ്തിയൊക്കെ ആവശ്യമായിട്ട് വന്നപ്പം എന്നെ കൊണ്ട് എന്ന് ചേർത്ത് വെപ്പിച്ചതാ. ഞാൻ മാസവരിയോ പിരിവോ ഒന്നും കൊടുക്കാറില്ല. എനിക്ക് അതിന്റെ സേവനം വേണ്ട. പിന്നെ നീയൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്തുവാ, നീ ചാകാൻ കിടക്കുമ്പോഴോ അല്ല നിന്റെ മക്കളുടെ കല്യാണത്തിനോ നീ ഞങ്ങളുടെ കാൽച്ചോട്ടി വരുമെന്ന്. പോടാമേരെ, സർക്കാരിന്റെ രജിസ്ട്രാർ ഓഫീസുകളുണ്ട് കല്യാണം നടത്താൻ. അല്ലെങ്കിൽ സർക്കാരിന്റെ പല സ്ഥാപനങ്ങളും ഉണ്ട്. അതിന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ച് കല്യാണം നടത്താം, രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുവച്ച് കല്യാണം നടത്താം, പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്താം. ഇനി ദൈവവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിൽ കൊണ്ടുവച്ച് നടത്താം. അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. അതിന് SNDPയുടെ ഈ പത്രിക എന്ന് പറയുന്ന ആ ഉമ്മാക്കി കാണിച്ച് എന്നെ കയറി കുണയ്ക്കാൻ വരരുത് കേട്ടോടാ ഉല്ലമാരെ. ഇത് ഈ കലാപരിപാടി എല്ലാ സമുദായത്തിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. അതിനൊന്നും ഒരു വ്യത്യാസവുമില്ല, വേർതിരിവില്ല. കാര്യം ഞാൻ ഈ പറഞ്ഞ അഫ്സലിനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അഫ്സലെ, നിങ്ങളുടെ മഹൽ കമ്മിറ്റിക്കാർ തീരുമാനിച്ചത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് പെണ്ണ് കൊടുക്കില്ലെന്നാണ് പറഞ്ഞത്. വേണ്ട, കൊടുക്കണ്ട. പക്ഷെ അവരെ തള്ളിക്കളയാൻ പാടില്ല. അവരെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് മഹൽ കമ്മിറ്റികളുടെ മേന്മ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് മഹൽ കമ്മിറ്റിക്കാരോട് പറയാനുള്ളതാണ്. ഒപ്പം തന്നെ ഈ പറയുന്ന ഈഴവരെന്ന് പറയുന്ന ചേകവന്മാരോട് പറയാനുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടുകളാകുന്ന അത് പറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾക്കൊരു കോമഡി കേൾക്കട്ടോ. SNDPയുടെ തമ്പ്രാനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് വെയ്പ്പ്. അങ്ങനെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അതിന് വേണ്ടുന്ന സമയാസമയങ്ങളിൽ കുപ്പിയും കാശും ബിരിയാണിയൊക്കെ കൊടുത്ത് വെള്ളാപ്പള്ളി അത് നിലനിർത്തുന്നുമുണ്ട്. അതങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ചെങ്ങന്നൂർ SNDP യൂണിയനിലെ ഭാരവാഹികളെ, ചെങ്ങന്നൂർ SNDP യൂണിയന്റെ കീഴിൽ വരുന്ന ശാഖാ ഭാരവാഹികളെ തീരുമാനിക്കുന്നത് ക്രിസ്ത്യാനിയായ ഒരു പ്രമാണിയാണ്. എന്താ ജോവന്മാരെ, ആർക്കും പ്രതികരിക്കണ്ടായോ? അതാ നിന്റെയൊക്കെ പ്രതികരണം അങ്ങ് ഉരുകിപ്പോയോ? അതാണ് ഈ പറഞ്ഞ ബലിയാടുകളുടെ അടിമകളുടെ അവസ്ഥ. എങ്ങനെ നന്നാകാനാ? എവിടുന്ന് നന്നാകാനാ? ഗുണം പിടിക്കത്തില്ല. പിടിക്കുവോ? വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ ഈ സമുദായമൊന്നും എന്നെ അതിൽ ഉൾപ്പെടുത്തണ്ട. ഞാൻ സർവ്വസ്വതന്ത്രനായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. എന്റെ മക്കളൊക്കെ അങ്ങനെ ജീവിച്ചാൽ മതി. എന്റെ മക്കളുടെ കല്യാണത്തിനോ ഞാൻ ചത്തി കിടക്കുമ്പോഴോ എന്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് മഞ്ഞക്കോടി വിരിക്കാനൊന്നും ഒരു മൈലന്മാരും വരണ്ട. ഞാൻ പറയാറുണ്ട്, ഞാൻ ചത്തി കിടക്കുമ്പം എന്നെ ഇഷ്ടമല്ലാത്ത, എന്നെ ഇടിച്ചിട്ടിട്ട് പോയാൽ മിണ്ടാതെ പോകുന്ന ഒരു തായോളി എന്നെ കാണാൻ പോലും വരരുതെന്ന് ഞാൻ പറയുന്നത്. നീ എന്തിനാ അഭിനയിക്കാൻ വരുന്നത് എന്റെ മുമ്പിലോട്ട്? വന്നാൽ ചത്ത് കിടക്കുന്നത് ഞാൻ എഴുന്നേറ്റ് നിന്റെയൊക്കെ നാവി ചവിട്ടി കലക്കോട പൂല്ലന്മാരെ.